ഒരു വശത്ത് ദൈവമക്കൾ എന്നെ സ്വീകരിക്കുകയും ശുശ്രൂഷയുടെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ, മറുഭാഗത്ത് ചെറിയ ആളുകളൊന്നുമല്ല, വലിയ വലിയ വൻസ്രാവുകളാണ് അന്ന് എനിക്കെതിരെ അണിനിരന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അതിലൊക്കെ പ്രത്യേകമായ വിവേകവും പരിജ്ഞാനവും ദൈവിക നടത്തിപ്പും ദൈവം നൽകി കാത്തതുകൊണ്ടാണ് ഇന്നും ഇങ്ങനെ ദൈവസന്നിധിയിലായിരിക്കുവാൻ സാധിക്കുന്നത്. ആ സമയത്ത് എനിക്ക് വേണ്ടി നിലകൊണ്ട ഈ അനുഗ്രഹീതനായ ദൈവദാസൻ കൃഷ്ണൻകുട്ടിച്ചായൻ, അദ്ദേഹം ചില കത്തുകളൊക്കെ പലർക്കും എഴുതേണ്ടി വന്നു. അതൊക്കെ വലിയ ചലനങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു. ഏറ്റവും ഒടുവിൽ സുവിശേഷാലയത്തിൽ വെച്ച്, പത്തനംതിട്ട സുവിശേഷാലയത്തിൽ വെച്ച്, ഇതൊന്നും അനുസ്മരിക്കാനും ആഗ്രഹിക്കുന്നയാളല്ല ഞാൻ, എന്നാൽ അതെൻ്റെ ജീവിത ചരിത്രത്തോട് ചേർത്ത് ആദരണീയനായ കൃഷ്ണൻകുട്ടിച്ചാനോട് ചേർത്തെടുത്ത് പറയേണ്ടതായതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അന്ന് ആ സുവിശേഷാലയത്തിൽ വെച്ച് കാര്യങ്ങളെല്ലാം ശുഭകരമായി പര്യവസാനിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നെന്നെ ആശ്ലേഷിച്ച് പ്രോത്സാഹിപ്പിച്ച ചിലരുണ്ട്. അതിലഗ്രഗണ്യനാണ് ബഹുമാനീയനായ TK ശമൂൽ അപ്പച്ചൻ. ശമൂൽ സാറെന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് അപ്പച്ചൻ എന്നാണ്. ഇന്നും അങ്ങനെയാണ് വിളിക്കുന്നത്. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട്, അന്ന് എനിക്കൊരു താടിയൊക്കെ ഉണ്ട്, ആ താടിയൊക്കെ തടവിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതെന്താടോ എന്ന് ചോദിച്ചു. എന്നിട്ട് എന്നെ തൻ്റെ മാറോട് ചേർത്ത് അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ആ ദൈവദാസൻ പറഞ്ഞു, ഇതിനകത്ത് ഇങ്ങനൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ദൈവം ഉപയോഗിക്കും മോനെ, ദൈവം സഹായിക്കും. അത് കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്ന് എന്നെ തളരരുത്, ധൈര്യത്തോടെ നിൽക്കണമെന്ന് പറഞ്ഞ് എന്നെ ഉത്സാഹിപ്പിച്ച വ്യക്തിയാണ് പുനലൂരെ MB ജോൺ അപ്പച്ചൻ. അതുമാത്രമല്ല, മേൽപ്പാടത്തൊരു അച്ഛനുണ്ടായിരുന്നു, വേറെ കുറേ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കെതിരെ പലരും സംസാരിച്ചപ്പോൾ ആ കാലത്ത്, ആ സമയത്ത് അതിനെ പ്രതിരോധിച്ച പല പ്രിയപ്പെട്ടവരുണ്ട്. അവരെയെല്ലാം സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. എൻ്റെ സഹപ്രവർത്തകരായ പലരും ഉണ്ട്. അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് കൃഷ്ണൻകുട്ടിച്ചാൻ എന്നോട് പറയുന്നത്, അമ്പാച്ചൻ്റെ ഒരു പക്ഷെങ്കിൽ ദൈവം തുറന്ന വഴിയാവും ഇത്, ആ വഴിക്ക് നീങ്ങുക, അത് നന്നായിരിക്കും എന്ന് പറഞ്ഞു.